ആദ്യത്തെ പണികൾ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഹാങ്ങിങ് വിങ്കുകളിലാണ് കേട്ടോ. അപ്പോൾ മുകളിലത്തെ നിലയിൽ ബാൽക്കണിയിൽ ഇരിക്കുന്ന വിങ്കുകളാണ് ഇതൊക്കെ. ഒത്തിരി കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഒരു 10-20 ഷെയ്ഡ്സിന് അകത്തായിരിക്കും നമ്മുടെ കളക്ഷൻസ് വരുന്നത്. അപ്പോൾ അതിലെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാൻ എപ്പോഴും പറയും പോലെ ലാവൻഡർ വൈറ്റ് ആണ് കേട്ടോ. പിന്നെ ഇതൊക്കെ വേറെ വേറെ കളറുകളാണ്. ബർഗൻഡി ഷെയ്ഡും ഒക്കെ നമ്മുടെ കയ്യിൽ ആഡായി വരുന്നുണ്ട് കേട്ടോ. അതൊന്നും ഫ്ലവറിങ് ആയിട്ടില്ല, അതാണ് വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ രാവിലെ തന്നെ ഭയങ്കര കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് നമ്മുടെ ഈ വിങ്ക ചെടികൾ തരുന്നത് കേട്ടോ. ഇങ്ങനെ പോട്ടിൽ നിറഞ്ഞ് ഇങ്ങനെ പൂക്കൾ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു മനസ്സുഖമാണ് എനിക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ മിസ് ചെയ്യാതെ എന്നും രാവിലെ ഈ ഒരു പ്ലേസിൽ വന്ന് വിസിറ്റ് ചെയ്ത് പോകാറുണ്ട് കേട്ടോ. പ്ലാന്റ്സിനെ എല്ലാം നോക്കാറുണ്ട്. വെള്ളം വേണമെങ്കിൽ അതിന് വെള്ളമൊക്കെ കൊടുക്കുന്നത് ഈ ഒരു ടൈമിലാണ് കേട്ടോ, രാവിലത്തെ സമയമാണ്. ഈവനിങ് ടൈമിൽ ഞാൻ ഇതുപോലെ ഹാങ്ങിങ് വിങ്കയ്ക്ക് വെള്ളം കൊടുക്കാറില്ല കേട്ടോ. കാരണം ആ സമയം നമ്മുടെ പോട്ടി മിക്സൊക്കെ ചൂടായിട്ടിരിക്കുന്ന ടൈമായിരിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന പോട്ടി മിക്സ് അനുസരിച്ചായിരിക്കും നമ്മുടെ പോട്ടി മിക്സിൽ ചൂട് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ അത്തരത്തിലുള്ളൊരു പോട്ടി മിക്സാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് ടൈമിൽ ഞാൻ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. രാവിലെയാണ് പൊതുവേ വെള്ളം ഒഴിക്കാറ്. അപ്പോൾ നോക്കൂ, ഇതുപോലെ പൂത്ത് ഇലഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ. നമുക്ക് ഒരു പ്ലാന്റ് തന്നെ മതി ഇങ്ങനെ ഒരു കാഴ്ച ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ രാവിലത്തെ വെയിൽ കൊള്ളിക്കാനായിട്ട് ഇങ്ങനെ സിറ്റൗട്ടിൻ്റെ സൈഡ് കമ്പിയിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട്. കുറച്ച് പണിയാണ് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ, കാരണം മഴ വരുമ്പോൾ എടുത്ത് മാറ്റുക, പിന്നെ വെയിൽ കൊള്ളിക്കുക, ഇങ്ങനെ ദിവസവും ഇതിൻ്റെ പുറകെ നമുക്കിങ്ങനെ നടക്കേണ്ടി വരും. ഇതൊരു റെയർ ഷെയ്ഡാണ് കേട്ടോ, ബേൺഡ് ഓറഞ്ച് എന്തോ ആണ് ഇതിൻ്റെ പേര്, ഞാൻ മറന്നുപോയി കേട്ടോ ഐഡിയ എന്താണെന്ന്. ഇങ്ങനെ പൂത്ത് കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്ത് റിസ്ക് എടുത്തും നമ്മുടെ ഈ പ്ലാന്റ്സിനെ സർവൈവ് ചെയ്യാനായിട്ട് എപ്പോഴും അതിൻ്റെ അടുത്തായിരിക്കും. നമുക്കിങ്ങനെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടുത്തുനിന്ന് വിട്ടു പോകാനേ എനിക്ക് തോന്നില്ല കേട്ടോ. ഭയങ്കര അഡിക്ഷൻ ആയിട്ടുണ്ട് എനിക്ക് ഈ ഒരു പ്ലേസിൽ വന്ന് നിൽക്കാനായിട്ട്. കാരണം എപ്പോൾ നോക്കിയാലും ഞാനിത് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. നമ്മുടെ പെറ്റൂണിയ, വിങ്ക, അതുപോലെ തന്നെ നമ്മുടെ മില്യൻ ബിൽസൊക്കെ ഈ ഒരു കോർണറിൽ നമുക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് എപ്പോഴും ഞാനിവിടെ വരാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഐവറി പെറ്റൂണിയാണ് കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയില്ല, ഇങ്ങനെ വാടി നിൽക്കുകയാണ്. ജിഫിയിലായിരുന്നു ഈ ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതിനെ മുകളിലേക്ക് കൊണ്ടുവച്ചപ്പോൾ എന്തോ സംഭവിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഇന്നലെ കണ്ടായിരുന്നേ. സംഭവം വേറൊന്നുമില്ല കേട്ടോ, ഒച്ച് നശിപ്പിച്ചതാവാനാണ് ചാൻസ് ഉള്ളത്. ഒച്ചിൻ്റെ സംഭവങ്ങളൊക്കെ അതിനകത്തുണ്ട്, ജിഫി ബാഗിനകത്തുണ്ട്. അപ്പോൾ അത് നശിപ്പിച്ചതാവാനായിരിക്കും ചാൻസ് ഉള്ളത്. അപ്പോൾ അതെന്തായാലും നമുക്ക് അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം. പിന്നെ ഇത് വന്നിട്ട് നമ്മൾ രാവിലെ തന്നെ വിങ്കയുടെ സീഡ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്ന തിരക്കിലാണ്. കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങുകയാണ്. അപ്പോൾ എണീക്കുന്നതിന് മുമ്പേ നമ്മൾ ഈ സീഡ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നീട് നമുക്കിതിനൊരു ടൈം കിട്ടില്ല. അവരോട് വന്നു കഴിഞ്ഞാൽ ഇത് മൊത്തം നശിപ്പിക്കും. ഈ ഒരു പ്ലാന്റിൽ തന്നെ ഒരു 3 കളർ ചേഞ്ചോളം ഫ്ലവേഴ്സ് നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് ഷെയ്ഡ്, ഒരു ലൈറ്റ് ഷെയ്ഡ്, പിന്നെ അതിൻ്റെ നിന്ന് കുറച്ച് ലൈറ്റ് ഷെയ്ഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് ഈ 3 ഷെയ്ഡ്സിലാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിൽ ഇങ്ങനെ ഫ്ലവർ നിൽക്കുന്നത് കേട്ടോ. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. നമ്മുടെ ചേഞ്ചിങ് റോസ് കണ്ടിട്ടില്ലേ, അതുമാതിരി ഇങ്ങനെ 3 കളേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് പ്ലാന്റ്സിൽ നിൽക്കുന്നതാണ്. ചിലപ്പോൾ വിങ്കയ്ക്ക് ഫാൾസ് ബ്ലൂം ഉണ്ടാവാറുണ്ട് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന ഐഡിയയുടെ എക്സാക്റ്റ് ഫ്ലവറിങ് നടക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെ നടക്കാത്ത ടൈമിൽ നമ്മളതിനെ ഫാൾസ് ബ്ലൂമിങ് എന്നാണ് പറയുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് മൂൺ വിങ്കയാണ് കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ പൂത്ത് ബുഷായിട്ട് കിടക്കുക കേട്ടോ. എനിക്ക് ഇതിനൊക്കെ കാണുമ്പോൾ ഇങ്ങനെ പിടിച്ച് എന്താ ഞെരിടാനൊക്കെ തോന്നും. ആ ഒരു ടെൻഡൻസിയിലാണ്. കാരണം ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ നമ്മളെ എഫേർട്ടിൽ നമുക്ക് ഇങ്ങനൊരു പ്ലാന്റ്സിനെ ഇങ്ങനെ ആ പൂത്ത് വിളർഞ്ഞ് കിടക്കുന്ന കാണുമ്പോൾ മൈൻഡിൽ തന്നെ ഭയങ്കര പ്ലസൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പ്ലാന്റ്സിനോടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആർമിയിൽ നിന്ന് വരുന്ന ടൈമിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്ലാന്റ്സിനടുത്തേക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ എപ്പോഴും പരാതിയാണ് കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട് ടൈം തരാമോ എന്ന്.